ഇവിടെ എങ്ങും പോകുന്ന അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയില്ലെന്നോന്നാണ് ഇതൊരു. നീ എന്നോട് ഇതേറിട്ട് പോകാൻ നോക്കിയില്ലേ? ആ അടിയന്തര വീട്ടിൽ വിളിച്ചില്ലായിരുന്നോ? അവർ അവിടെ പോകണ്ടായിരുന്നോ? ആ അടിയന്തര വീട്ടിലല്ലേ? ആയനാ നല്ല പോരിച്ച വരുന്നുണ്ട് ഞാൻ. അങ്ങോട്ട് ചെല്ല്. ഇതേ എവിടെയെങ്കിലും പോവാൻ ഇറങ്ങുമ്പോ ഇങ്ങോട്ട് പോരുന്നില്ലേന്ന് ചോദിച്ചാ പോരാ. ഈ 4 ആള് കൂടുന്ന സ്ഥലത്തേക്ക് പോണെങ്കിലേ അതിന് തക്ക നല്ല ഡ്രസ്സ് വേണം, കഴുത്ത് ആഭരണങ്ങൾ വേണം, മാന്യമര്യാദക്കായിട്ട് മനുഷ്യന്റെ മുൻപിൽ പോകാൻ പറ്റണം. ഇതെനിക്ക് എന്നാ എന്താ ഉള്ളത്? അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ അടിയന്തര വീട്ടിൽ പോവാണോ കല്യാണ വീട്ടിൽ പോവാണോ? അടിയന്തര വീടാണെങ്കിലും കല്യാണ വീടാണെങ്കിലും അവിടെ കൂടുന്നത് ജനങ്ങളല്ലേ? അല്ലേ? ജനങ്ങൾ കൂടും. അവിടെ കൂടുന്ന തന്നെ വേറെ അല്ല അതൊന്നും അല്ല. അപ്പം സംഭവിച്ചു അതൊക്കെ ജനങ്ങൾ കൂടും. അപ്പോൾ ആ വരുന്നവരെല്ലാം ഈ അല്ല അടിയന്തര വീട്ടിലോട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കോ അതോ നിന്റെ വേഷം നോക്കാൻ പറ്റുന്നതാണോ? എന്നാ ആൾക്കാരാണേലും എന്താണേലും അവിടെ ആൾക്കാർ കൂടുമ്പോൾ പരസ്പരം എല്ലാരും കാണുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ വേഷം കിട്ടി വന്ന് കൊരഞ്ഞ വേഷത്തിൽ വന്നിക്കണം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറയാം. അല്ല ഞാനൊരു കാര്യം ചെയ്യാം. നീ ചത്ത് ചമഞ്ഞ് കിടക്കുക എന്നാണെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പോയി കടയിൽ പോയിട്ട് ഇപ്പം നല്ല ഒരു പട്ടുസാരി മേടിച്ചോണ്ടിരാ. നിനക്ക് പോണെങ്കിൽ അതൊക്കെ ചെയ്യാം. അതെ ഈ വായി കിടക്കുന്ന നാക്കിട്ടിങ്ങനെ താളം തല്ലിയാ പോരാ. അത് പറയുന്നത് ചെയ്യും കൂടെ ചെയ്യണം. ഇത് എപ്പോഴാണേലും ശരി എവിടെയെങ്കിലും പോണെന്ന് പറയുമ്പോഴത്തേനും പോന്നില്ലേ ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കും. അതിന് വേണ്ട സാധനങ്ങൾ തന്നിട്ടാണോ ഈ ചോദിക്കുന്നത്? വേണ്ട സാധനം തന്നിട്ടാണോ? ഇപ്പൊ ഈ തന്നക്കടയൊക്കെ പിന്നെ ആര് മേടിച്ചു തന്നാ? വേറെ ആരും മേടിച്ചു തന്നാണോ? അതാ പറഞ്ഞേ, ഈ പെണ്ണുങ്ങൾക്ക് പറ്റുന്ന എന്താണെന്നറിയോ? സ്വന്തം കാലം നിൽക്കാൻ കഴിവില്ലാത്ത ഈ എന്നെ പോലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റുക. അതുകൊണ്ട് ഇനിയുള്ള പെണ്ണുങ്ങൾ സ്വന്തം കാലിലാണ്ട് നീ വാടകക്കാലല്ലേ നിൽക്കണേ? നിന്റെ കാലം തന്നെയാണല്ലോ. ആരി പോയി നിൽക്കാതെ സ്വന്തം കാലം നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കാം. അല്ല നീ സ്വന്തം കാലയിലാണല്ലോ നിൽക്കണേ. സ്വന്തം കാലം നിൽക്കുന്നതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഉള്ള പണിയെല്ലാം വീട്ടിൽ ചെയ്യണം. 10 പൈസയുടെ വരുമാനം അല്ല അതുകൊട്ടെ ഈ വീട്ടിൽ ചെയ്യണ പരിപാടി കഞ്ഞി ഈ ചോറ് കറി ഉണ്ടാക്കണല്ലേ? അപ്പൊ നീ തിന്നുന്നില്ലേ? ഓ അതാണ് എല്ലാരും പറയാ. നീ തിന്നുന്നില്ലേ? നീ തിന്നാ മാത്രം മതി, നിനക്ക് വേറൊന്നും വേണ്ടല്ലോ അല്ലേ? വേണ്ടതല്ല, വേറൊന്നും വേണ്ട. ഉടുക്കാൻ തുണി വേണ്ട, ഇടാൻ ആഭരണങ്ങൾ വേണ്ട, വേറെ ഒരു കാര്യങ്ങളും വേണ്ട. തിന്നുന്നില്ലേ അത് മാത്രം. കാക്ക വീട്ടിലേ പറയുന്നതായിട്ട് കാക്ക പറയുന്നതിനെതിരെ സമാധാനം ഉണ്ടാവും ഇങ്ങനെയാണെങ്കിൽ. നീ പോരുന്നില്ലേന്ന് അങ്ങോട്ട് ഭയങ്കര ക്ഷണിക്കാൻ. നീ പോരാണ്ടിരിക്കാതെ നിന്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യം. എനിക്കതിനും പോയേ പറ്റൂ. എന്നെ വന്ന് വിളിച്ചാ ഞാൻ വരുന്നില്ല. നീ ഉള്ള സാരി കൊടുത്തു വന്നേ. സാരി ഉണ്ടല്ലോ. അങ്ങനെ വേണ്ട, ഉള്ളതും കൊണ്ടേ വീട്ടിൽ ഇരിക്കും. ഞാൻ വരുന്നില്ല. നീ വീട്ടിൽ ഇരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു കാര്യമോ 10 കാര്യമോ ചെയ്യും. ഞാനങ്ങ് പോകാം. പോവോ വരുവോ ചെയ്യും. എനിക്ക് എന്നാ വലിയ കാര്യം അന്വേഷിക്കാൻ വന്നു. ഞാനേ വെറുതെ പറഞ്ഞാണ്. ഞാൻ പോയേച്ച് എൻ്റെ കാര്യം നടത്തിയിട്ട് വന്നു. ഞാൻ അവിടെ ചെന്നായിരുന്നു രാവിലെ തന്നെ. അവരെ അവിടുത്തെ പണികളിലൊക്കെ സഹായിക്കുകയും ചെയ്തു. ഞാൻ അവരോടും എല്ലാം കാര്യങ്ങളും പറയുകയൊക്കെ ചെയ്ത് ഞാനിനി പോകുന്നു. ഇങ്ങനെ എങ്ങാണ്ടും ലാക്കലും കഴിഞ്ഞിപ്പോൾ വന്നാണേ വന്നിപ്പം ഈ വരുന്നില്ലേന്ന്. പോയച്ച് വരട്ടെ, ചെല്ലുമ്പോൾ അറിയാം. പോയച്ച് വരട്ടെ. പോയിന്നാ തോന്നേ. അല്ലാന്ന്